നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പവിത്ര ഉണ്ണി. എല്ലാവരും വന്നു തുടങ്ങിയിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു ഹായ് ഇടുക. കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും മതി. ആരും എത്തിയിട്ടില്ല. ലൈവ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് കുറച്ച് പേര് എത്തിയിട്ട് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് നല്ല ചുമയുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കും, അതുകൊണ്ട് എൻ്റെ ശബ്ദവും കുറവായിരിക്കും. എങ്കിലും നമുക്ക് ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സുരേഷ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഹായ്, നമസ്കാരം. എല്ലാവരും വന്നോ? കുറച്ച് പേരുകൂടി വന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഞാൻ കുറച്ച് സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാം, കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം ആവശ്യത്തിനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ത്രോട്ടത്ര സുഖമല്ല, എങ്കിലും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും വായനക്കാരാണ്. അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചില ക്ലൂ ഞാൻ പറയും. അപ്പോൾ ആ സൂചനകളിൽ നിന്ന് പുസ്തകം ഏതാണ് എന്ന് ഗസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഗെയിം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മലയാളത്തിലുള്ള ചില പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചില ക്ലൂകൾ പറയും. ആ ക്ലൂവിൽ നിന്ന് പുസ്തകത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ 3 ക്ലൂ ആണ് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പലപ്പോഴും ഉത്തരം കമൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ മില്ലി സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാനാണ് ആദ്യം എന്നെല്ലാവരും പറയുന്നത് കേൾക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യം ശരിയുത്തരം പറയുന്ന 3 കമൻറ്റുകൾക്ക് പോയിന്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജിഷ ഗിരീഷൻ നമോവാകം. ഹായ് ജിഷ. സുഷിത വിവി ഹലോ. കേൾക്കാം, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യത്തെ ചോദ്യം അല്പം എളുപ്പമുള്ള ചോദ്യമാകാമെന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകത്തിൽ, മലയാളം പുസ്തകമാണ്, ഒരു വളർത്തുമൃഗമാണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. ഒന്നാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ, ഈ പുസ്തകത്തിൽ ചാമ്പയ്ക്കയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ചാമ്പയ്ക്ക അറിയാലോ, ഒരു ഫ്രൂട്ടാണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തെ ക്ലൂ, ഇതൊരു നോവലാണ്. ഈ നോവലിലെ ഒരു പ്രധാന കഥാപാത്രം ഒരു വളർത്തുമൃഗമാണ്. രണ്ടാമത്തെ ക്ലൂ, ചാമ്പയ്ക്ക എന്ന ഫ്രൂട്ടിന് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ മൂന്നാമത്തെ ക്ലൂ കൂടി പറയുന്നതായിരിക്കും. സുമ ജയമോഹൻ ഹായ്. ത്വയ്ബ് കടങ്ങോട് ഹായ്. പവി ഹായ്. വിമിത ഹായ്. ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഞാൻ 3 ക്ലൂ പറയുന്നതായിരിക്കും ഒരു പുസ്തകത്തെക്കുറിച്ച്. മലയാളം പുസ്തകമാണ്. അതിൽ നിന്ന് നിങ്ങൾ പുസ്തകത്തിൻ്റെ പേര് ഗസ് ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ ഗെയിം. അപ്പോൾ ആദ്യത്തെ ക്ലൂ, പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം ഒരു വളർത്തുമൃഗമാണ്. രണ്ടാമത്തെ ക്ലൂ, ചാമ്പയ്ക്കയ്ക്ക് ഈ പുസ്തകത്തിൽ ഒരു പ്രധാന റോള് പ്ലേ ചെയ്യാനുണ്ട്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ജിഷ ഗിരീഷം പറയുന്നു പാത്തുമ്മയുടെ ആട്. സുഷിത വി വി പറയുന്നു പാത്തുമ്മയുടെ ആട്. വേറെ ഏതെങ്കിലും ഉത്തരമുണ്ടോ? മൂന്നാമത്തെ ക്ലൂ കൂടി പറയട്ടെ. മൂന്നാമത്തെ ക്ലൂ പറയട്ടെ. ആതിര രഞ്ജു പറയുന്നു പാത്തുമ്മയുടെ ആട്. അതാണോ ഉത്തരം? മൂന്നാമത്തെ ക്ലൂ, അതിൽ അബ്ദുൽ ഖാദർ എന്നൊരു കഥാപാത്രമുണ്ട്. ആദ്യത്തെ ക്ലൂ, ഇതൊരു വളർത്തുമൃഗമാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. രണ്ടാമത്തെ ക്ലൂ, ചാമ്പയ്ക്കയ്ക്ക് ഈ കഥയിൽ വളരെ ഒരു പ്രാമുഖ്യമുണ്ട്. മൂന്നാമത്തെ ക്ലൂ, അബ്ദുൽ ഖാദർ എന്നുള്ളൊരു കഥാപാത്രം ഈ നോവലിലുണ്ട്.
പാത്തുമ്മയുടെ ആട് എന്നുള്ളതാണ് ഉത്തരം. പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് പാത്തുമ്മയുടെ ആട്. നമ്മളിൽ പലരും മലയാളം സെക്കൻഡായിട്ട് ആ പുസ്തകം പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ജിഷയ്ക്ക് ഒരു പോയിന്റ്, സുഷിത അങ്ങനെ തന്നെയാണ് പേരെന്ന് വിചാരിക്കുന്നു, സുഷിത ആണ് രണ്ടാമത് ഉത്തരം പറഞ്ഞത്, ഒരു പോയിന്റ്. ആതിര രഞ്ജു മൂന്നാമതും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഒരു പോയിന്റ്. 3 പേർക്കാണ് ഓരോ പോയിന്റ് കിട്ടുന്നത് കേട്ടോ. ബിനി കെ ആർ, വിമിത ആട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആടല്ല, പാത്തുമ്മയുടെ ആടാണ്. ബിന്ദു എസ് നായർ തോട്ടടിയിൽ പാത്തുമ്മയുടെ ആട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ജോൺ ഹായ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പാത്തുമ്മയുടെ ആട് എന്നാണ്. സമ്മാനം പോയിന്റുകൾ കിട്ടിയിരിക്കുന്നത് ജിഷയ്ക്കും സുഷിതയ്ക്കും ആതിര രഞ്ജുവിനുമാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഓക്കെ. ശ്രീധരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആണ് ഇതിലെ നായകൻ. ശ്രീധരൻ. എനിക്ക് സമ്മാനം വേണ്ടാന്ന് വിവിധ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് സമ്മാനം തരുന്നില്ല. ആട് എന്ന് പറഞ്ഞിട്ട് സമ്മാനം. ശ്രീധരൻ എന്നുള്ള ഒരാളാണ് ഈ നോവലിലെ നായകൻ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശ്രീധരൻ എന്നുള്ളതാണ് ഈ നോവലിലെ നായകന്റെ പേര്. ഇതൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ്. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശ്രീധരൻ എന്നാണ് നായകന്റെ പേര്. ഇതൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശ്രീധരൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്, നായകന്റെ പേര്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള നോവലാണ്. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൂന്നാമത്തെ ക്ലൂ പറയട്ടെ. മൂന്നാമത്തെ ക്ലൂ അതിരാണിപ്പാടം. മൂന്നാമത്തെ ക്ലൂ അതിരാണിപ്പാടം. ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ശ്രീധരൻ എന്നാണ് നായകന്റെ പേര്. അതിരാണിപ്പാടം. ഈ പേര് കേട്ട എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സുമാ ജയമോഹൻ പറയുന്നു ഒരു ദേശത്തിന്റെ കഥ. മിനി കെ ആർ പറയുന്നു ഒരു സങ്കീർത്തനം പോലെ. ഒരു സങ്കീർത്തനം പോലെ ഒരു ഗ്രാമത്തിന്റെ കഥയാണോ? ശ്രീധരൻ എന്നാണ് നായകന്റെ പേര്. ഒരു തെരുവിന്റെ കഥ എന്ന് ത്വയ്ബ് കടങ്ങോട് പറയുന്നു. ഒരു സങ്കീർത്തനം പോലെ എന്ന് ജിഷ ഗിരീശൻ. ആതിര രഞ്ജു പറയുന്നു ഒരു ദേശത്തിന്റെ കഥ. ശ്രീധരൻ എന്നാണ് നായകന്റെ പേര്. ഒരു ഗ്രാമമാണ് ഈ കഥയിലെ പശ്ചാത്തലം. അതിരാണിപ്പാടം എന്നുള്ള വാക്ക് നിങ്ങൾ ഈ നോവലില് ഒരുപാട് പ്രാവശ്യം കേൾക്കും, വായിക്കും. ഉത്തരങ്ങൾ പറട്ടെ. ശ്രീധരൻ എന്നാണ് നായകന്റെ പേര്. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ്. അതിരാണിപ്പാടം എന്നുള്ള വാക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും. സുമാ ജയമോഹൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒരു ദേശത്തിന്റെ കഥ. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലാണ് ഈ 3 കാര്യങ്ങളും ഉള്ളത്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് പ്രീത ഗോപിനാഥൻ. പ്രീതയ്ക്ക് ഒരു പോയിന്റ്. ഞാൻ ആദ്യത്തെ 3 ഉത്തരങ്ങൾക്ക് പോയിന്റ് കൊടുക്കുന്നു, കാരണം ഒരുപാട് സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും നിങ്ങൾ ഉത്തരങ്ങൾ പറയുന്നത്. ദിനേശ് ബാബു ആണോ ബിന്ദു എസ് നായർ ആണോ മൂന്നാമത് പറഞ്ഞത്? ബിന്ദു എസ് നായർ ആണെന്ന് തോന്നുന്നു, അല്ലേ? ബിന്ദു എസ് നായറിന് ഒരു പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഗെയിം മനസ്സിലായല്ലോ. ഒരു ദേശത്തിന്റെ കഥ എന്ന് രാജ് പറയുന്നുണ്ട്. ഷൈബി ഷാജു പറയുന്നുണ്ട്. ദേശവും തെരുവും മാറിപ്പോയെന്ന് ത്വയ്ബ് കടങ്ങോട് പറയുന്നുണ്ട്. സ്വാഭാവികം, ത്വയ്ബിന് അങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ ചോറ് പായസമായെന്ന് ജിഷ ഗിരീശൻ. കുഴപ്പമില്ല, ഇന്ന് ദുഃഖവെള്ളിയല്ലേ, അപ്പോൾ പായസം കൂട്ടി നമുക്കിന്ന് ചോറുണ്ണാം. ക്വസ്റ്റ്യൻ 1 മോർ പ്ലീസ് എന്ന് SRK അബു ചോദിക്കുന്നു. ചോദ്യം ഇതായിരുന്നു, ശ്രീധരൻ എന്നാണ് നായകന്റെ പേര്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള നോവലാണ്. അതിരാണിപ്പാടം എന്ന വാക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതിൽ കേൾക്കും. ഉത്തരം വന്നു കഴിഞ്ഞു. ഒരു ദേശത്തിന്റെ കഥ ജയശ്രീ ജോൺ പറയുന്നുണ്ട്. ഉത്തരം പറഞ്ഞത് സുമാ ജയമോഹനും പ്രീത ഗോപിനാഥനും ബിന്ദു എസ് നായരുമാണ്. ഇവർക്ക് 3 പേർക്കും ഓരോ പോയിന്റ്.
അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് അറിയാത്തവർ കുറവായിരിക്കും. ആദ്യത്തെ ക്ലൂ, പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്. നോക്കട്ടെ ആരാണ് ഒറ്റ ക്ലൂവിൽ ഉത്തരം പറയുന്നതെന്ന്. പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്, ഒരു നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്. ഏത് നോവലാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ക്ലൂ തരാം. അടുത്ത ക്ലൂ വേണമെങ്കിൽ പെട്ടെന്ന് പറയണം. അടുത്ത ക്ലൂ പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. ഇതിൽ നിന്നൊന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കിയേ. പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നോവലാണ്. അടുത്ത ചോദ്യം താഴ്ന്ന് ഷൈബി ഷാജു ചോദിക്കുന്നു. അടുത്ത ചോദ്യമാണ് ചോദിച്ചത്, പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് എന്തുട്ടാ എന്ന് ത്വയ്ബ് കടങ്ങോട് ചോദിക്കുന്നു. ഒരു നോവലിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്. രണ്ടാമത്തെ ക്ലൂ, റാഹേലും എസ്തയും. റാഹേലും എസ്തയും ഇപ്പം എന്തായാലും കിട്ടിക്കാണും. പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്, റാഹേലും എസ്തയും. മൂന്നാമത്തെ ക്ലൂ പറയട്ടെ. മൂന്നാമത്തെ ക്ലൂ വെളുത്ത. ഒന്നാമത്തെ ക്ലൂ പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്, രണ്ടാമത്തെ ക്ലൂ റാഹേലും എസ്തയും, മൂന്നാമത്തെ ക്ലൂ വെളുത്ത. വായിൽ കൊള്ളാത്ത ക്ലൂ ഒന്ന് ഷൈബി ഷാജു. അത് ശരി, പാരഡൈസ് പിക്കിൾസും പ്രിസർവ്സും ഒന്നും വായിൽ വെക്കാൻ പറ്റൂല. മലയാളം നോവലിന്റെ പേര് പറയണം. മലയാളം പുസ്തകങ്ങളുടെ പേര് മാത്രമാണ് ഞാൻ പറയുന്നത്. പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്, രണ്ടാമത്തെ ക്ലൂ റാഹേലും എസ്തയും, മൂന്നാമത്തെ ക്ലൂ വെളുത്ത. ജയശ്രീ ജോൺ റാം കെയർ ഓഫ് ആനന്ദി പറയുന്നുണ്ട്. റാം കെയർ ഓഫ് ആനന്ദിയുടെ ഫാൻസ് ജയശ്രീ ജോണിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും തോന്നുന്നു. SRK അബു പറയുന്നു ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. മഞ്ജു വിഷ്ണു പറയുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പിന്നെ ഞാനത് വായിച്ചില്ല, വായിക്കാൻ തോന്നിയിട്ടില്ല എന്ന് ത്വയ്ബ് കടങ്ങോട്. സുരേഷ് പറയുന്നു ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ജിഷ ഗിരീഷൻ പറയുന്നു ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഞാൻ പറഞ്ഞു മലയാളം പേര് പറയണമെന്ന്. ആദ്യം മലയാളം പേര് പറയുന്ന 3 പേർക്ക് ഞാൻ പോയിന്റ് തരുന്നതായിരിക്കും. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് ജയശ്രീ ജോൺ പറയുന്നു. ആതിര രഞ്ജു പാരഡൈസ് അല്ല, മലയാളം പേര് പറയണം. മലയാളം പുസ്തകത്തിന്റെ പേരുകളാണ് ഞാൻ എടുക്കുന്നത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ശരിയാണ്, പക്ഷെ എനിക്ക് മലയാളം പേര് കിട്ടണം. പാരഡൈസ് പിക്കിൾസ് ആൻഡ് പ്രിസർവ്സ്, റാഹേലും എസ്തയും, വെളുത്ത. സുമാ ജയമോഹൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ. മലയാളം പുസ്തകങ്ങളാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മലയാളം പുസ്തകത്തിന് മാത്രമേ ഞാൻ പോയിന്റ് തരുള്ളൂ. ചെറിയ കാര്യങ്ങളുടെ ദൈവം ഒന്ന് ജിഷ ഗിരീഷൻ അല്ല, കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാൻ മുഴുവൻ പേര് വേണം. ചെറിയ കാര്യങ്ങളുടെ തമ്പുരാൻ ഇല്ല. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് മഞ്ജു വിഷ്ണു. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഉള്ളത് എടുക്കുന്നു. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞ മഞ്ജു വിഷ്ണുവിന് 1 പോയിന്റ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് മൂന്നാമത് പറഞ്ഞത് ആരായിരുന്നു? ആദ്യം പറഞ്ഞത് SRK അബു ആണ്. ഇപ്പൊ SRK അബുവിനാണ് 1 പോയിന്റ്. 1 പോയിന്റ് മഞ്ജു വിഷ്ണുവിന്. മലയാളം പേര് പറയാൻ നോക്കണേ. ഇംഗ്ലീഷ് ബുക്ക് നോവലാണെങ്കിലും അതിന്റെ മലയാളം പേര് പറയണം. മലയാളം പരിഭാഷ ഉണ്ടാവും, അതിന്റെ പേര് പറയണം. ആദ്യം മലയാളത്തിൽ പേര് പറഞ്ഞത് സുമാ ജയമോഹനാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങളുടെ പുര എന്ന് ദിനേശ് ബാബു പറയുന്നു. മലയാളം പറയണമെന്ന് അറിയില്ലായിരുന്നു. കുഴപ്പമില്ല, ഞാൻ പോയിന്റ് തന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തേക്ക്. SRK അബുവിനും മഞ്ജു വിഷ്ണുവിനും സുമാ ജയമോഹനുമാണ് പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാനെന്ന് ബിന്ദു S നായർ പറയുന്നു. ശരിയാണ് ഉത്തരം. ആദ്യത്തെ ക്ലൂ ജയിൽ. ജയിൽ എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മലയാളം പുസ്തകങ്ങളാണ് കേട്ടോ.
ഇംഗ്ലീഷ് പുസ്തകങ്ങളില്ല. ജയിലാണ് പശ്ചാത്തലം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൂന്നാമത് പറഞ്ഞത് ഞാനല്ല, ഞാൻ പറഞ്ഞതേ ഇല്ലെന്ന്. ഷൈബിയുടെ പേര് പറഞ്ഞിട്ടില്ല. SRK അബുവും മഞ്ജു വിഷ്ണുവും സുമാ ജയമോഹനുമാണ് ഓരോ പോയിന്റ് നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. ജയിലാണ് പശ്ചാത്തലം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ ക്ലൂ തരട്ടെ. രണ്ടാമത്തെ ക്ലൂ വേണോ? രണ്ടാമത്തെ ക്ലൂ പറയാതെ തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ജയിലെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ക്ലൂ അത് സിനിമയായി എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ ക്ലൂ നാരായണിയും. ഒന്നാമത്തെ ക്ലൂ ജയിലാണ് പശ്ചാത്തലം. രണ്ടാമത്തെ ക്ലൂ അതൊരു സിനിമയായി. മൂന്നാമത്തെ ക്ലൂ നാരായണി. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാപ്ടോപ്പിലൊന്ന് നോക്കട്ടെ. ഈ മൊബൈലിൽ ആപ്പിൽ അത് ഓടിപ്പോകുന്നു. ആദ്യം ഉത്തരം പറഞ്ഞത് മതിലുകൾ എന്നുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജയശ്രീ ജോണാണ്. അപ്പൊ ജയശ്രീ ജോണിന് 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് സുമാ ജയമോഹൻ. സുമ 1 പോയിന്റ് കൂടി നേടിയിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞത് ദിനേശ് ബാബു. ജയശ്രീ ജോൺ, സുമാ ജയമോഹൻ, ദിനേശ് ബാബു ഇവർക്കാണ് ഓരോ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. മതിലുകൾ എന്ന് മിനി KR, ബിന്ദു S നായർ പറയുന്നു ആരാച്ചാർ അല്ല. ജീസ് കൈതാരം പറയുന്നു മതിലുകൾ. ക്വിസ് മാസ്റ്റർക്ക് ചുമയും ജലദോഷവുമാണോ തോന്നുന്നത്? ചുമയും ജലദോഷവും ഇല്ല, ചുമയാണ്. വിട്ടുമാറാത്ത ചുമ. ഏത് മരുന്ന് കഴിച്ചാലും മാറാത്ത ചുമ. നിങ്ങൾ ആരെങ്കിലും കണ്ണു വെച്ചതായിരിക്കും എന്നാണ് എൻ്റെ സംശയം. ത്വയ്ബിനെയാണ് എനിക്ക് സംശയം. ത്വയ്ബ് കടങ്ങോട് മതിലുകൾ. ജിഷ രജു മതിലുകൾ. ഉത്തരം ശരിയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാംശമുള്ള ഒരു നോവലാണ് മതിലുകൾ. മമ്മൂട്ടി നായകനായി, KPSC ലളിത നാരായണിയുടെ ശബ്ദമായി സിനിമയായി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം കാത്തിരിപ്പ് ആണ് ഈ നോവലിന്റെ തീം. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മതിലുകൾ എന്ന് ആൽവിൻ ജോർജ് പറയുന്നത് ശരിയാണ്. രാജ് പറയുന്നു മമ്മൂട്ടി, ബേപ്പൂർ സുൽത്താൻ. ഉത്തരം ശരിയാണ്. ഷീബ ഷനിൽ പറയുന്നു മതിലുകൾ എന്നുള്ള ഉത്തരം ശരിയാണ്. ഞാൻ അയക്കുന്നോടൊന്നും വരുന്നില്ല എന്ന് ജിഷ രജു. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം വേണമെന്ന് ഷൈബി നൽകുന്നതായിരിക്കും തോന്നുന്നു. എൻ്റെ ഫോണിൽ ആതിര, രഞ്ജു, സുരേഷ് എന്നിവരെ എനിക്ക് മുന്നേ ഉത്തരം പറഞ്ഞേ കാണാം. പക്ഷെ ഞാൻ ലാപ്ടോപ്പിൽ നോക്കി. ലാപ്ടോപ്പിൽ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. ലാപ്ടോപ്പിൽ ആദ്യം പറഞ്ഞത് ഞാൻ ആർക്കൊക്കെ തന്നത്? ജയശ്രീ ജോണിനും ദിനേശ് ബാബുവിനും സുമാ ജയമോഹനും അല്ലേ തന്നത് പോയിന്റ്? ഒരു സെക്കൻഡ്. ആതിര രഞ്ജു ആണ് ആദ്യം പറഞ്ഞത് കേട്ടോ. ആതിര രഞ്ജു 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് സുരേഷിന് 1 പോയിന്റ്. മൂന്നാമത് പറഞ്ഞത് ജയശ്രീ ജോൺ. ഓക്കെ. മതിലുകളുടെ പോയിന്റാണ് പറയുന്നത്. ആതിര രഞ്ജുവിന് 1 പോയിന്റ്, സുരേഷിന് 1 പോയിന്റ്, ജയശ്രീ ജോണിന് 1 പോയിന്റ്. ഓക്കെ. അപ്പോ നോക്കട്ടെ. കാത്തിരിപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? കാത്തിരിപ്പ് ഈ ഫേസ്ബുക്ക് ആപ്പിനെ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിങ്ങനെ കമന്റുകൾ മാറി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ലാപ്ടോപ്പിലൊന്ന് നോക്കട്ടെ. യാത്ര എന്ന് ശ്രീജ വിജയൻ. യാത്ര എന്നൊരു നോവലുണ്ടോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞു എന്ന് ആതിര. ശരിയാണ്, ആതിരയ്ക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്ലൂ ഞാൻ പറഞ്ഞു കാത്തിരിപ്പ്. അടുത്ത 2 ക്ലൂ കൂടി പറയാം, എന്നിട്ട് ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. അടുത്ത ക്ലൂ വിമല,
മൂന്നാമത്തെ ക്ലൂ നൈനിറ്റാൾ. കാത്തിരിപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. മഞ്ഞ് എന്നുള്ളതാണ് ഉത്തരം. MT വാസുദേവൻ നായരുടെ വളരെ പ്രശസ്തമായ നോവലാണ് മഞ്ഞ്. എനിക്കിവിടെ കാണിക്കുന്ന വിമിതയാണ് ആദ്യം കാണിക്കുന്നത്. ശരിയാണോ? വിമിതയ്ക്ക് ഒരു പോയിന്റ്. ഏകാന്തതയുടെ 100 വർഷങ്ങളല്ല. മഞ്ജു വിഷ്ണുവിന് ഒരു പോയിന്റ് കൂടി. മഞ്ഞ് എന്ന് പറയുന്നുണ്ട്. വിട പറയും നേരം എന്ന് ജിഷ രജോ പറയുന്നു. അല്ല. യാത്ര. മഞ്ഞ് എന്ന് ഷൈബി ഷാജു അല്ലേ? ഷൈബിക്കാണ് ഒരു പോയിന്റ്. മഞ്ഞ് എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് വിമിതയാണ്, പിന്നെ പറഞ്ഞത് മഞ്ജു വിഷ്ണു, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഷൈബി ഷാജു. ശരിയല്ലേ? മഞ്ഞ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം. ആദ്യത്തെ ക്ലൂ കോക്കാഞ്ചിറ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോക്കാഞ്ചിറ. ഞാൻ പറഞ്ഞു യാത്ര എന്ന് ശ്രീജ വിജയൻ. ശ്രീജ വിജയൻ മഞ്ഞ്. ശ്രീദേവി ഷിനു മഞ്ഞ്. ശരിയാണ് ഉത്തരം. ദിനേശ് ബാബു മഞ്ഞ്. ബിന്ദു എസ് നായർ തോട്ടടയിൽ മഞ്ഞ്. ഷീജ ഇബ്രാഹിം മഞ്ഞ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് ഉത്തരം. പക്ഷെ പോയിന്റ് കിട്ടിയത് മഞ്ജു വിഷ്ണുവിനും വിമിതയ്ക്കും ഷൈബി ഷാജുവിനുമാണ്. ക്ലൂ കേട്ടല്ലോ? കോക്കാഞ്ചിറ. കോക്കാഞ്ചിറ എന്ന് കേൾക്കുമ്പോൾ ഏതെങ്കിലും നോവലിന്റെ പേര് ഓർമ്മ വരുന്നുണ്ടോ? കോക്കാഞ്ചിറ. രണ്ടാമത്തെ ക്ലൂ പറയട്ടെ. രണ്ടാമത്തെ ക്ലൂ ആനി എന്ന കുട്ടി. രണ്ടാമത്തെ ക്ലൂ ആനി എന്ന കുട്ടി. മൂന്നാമത്തെ ക്ലൂ തൃശൂർ ഭാഷ. ആനി എന്ന കുട്ടി, തൃശൂർ ഭാഷ. കോക്കാഞ്ചിറയിലാണ് കഥ നടക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് കഥ. ആനി എന്ന പെൺകുട്ടിയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. തൃശൂർ ഭാഷയാണ് ഇതിൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളത്. സ്മിത പൗലോസ് പറയുന്നു ഖസാക്കിന്റെ ഇതിഹാസം. അല്ല. ഷൈബി ഷാജു മറന്നെന്ന്. വേഗം കുറച്ച് സന്തോഷ് പ്രമി കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് ദിനേശ് ബാബു പറയുന്നു. അല്ല. ഉത്തരം വരുന്നുണ്ട്. ഇവിടെ നോക്കുന്നതിനേക്കാൾ ഞാൻ ഇവിടെ നോക്കാം. ഉത്തരം അലാഹയുടെ പെൺമക്കൾ എന്നുള്ളതാണ്. അലാഹയുടെ പെൺമക്കൾ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് എനിക്കിവിടെ കാണുന്നത് വിമിതയാണ്. വേറെ ആരെങ്കിലും പേര് കാണുന്നുണ്ടോ? പിന്നെ അത് കഴിഞ്ഞാൽ ശ്രീജ വിജയൻ. ശ്രീജ വിജയൻ ഒരു പോയിന്റ്. വിമിതയും ശ്രീജ വിജയനും സുമ ജയമോഹനുമാണ് ഓരോ പോയിന്റ് നേടിയിരിക്കുന്നത്. ജിഷ രജോ, ലതാ നിട്ടൂർ, ബിന്ദു എസ് നായർ, ശ്രീജ വിജയൻ, ഷീബ ഷനിൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജിഷ രജോ പറഞ്ഞിട്ടുണ്ട്. മാറ്റാത്തി എന്ന ശ്രീദേവി ഷൈനു. അല്ല. ആലാഹയുടെ പെൺമക്കൾ എന്നുള്ളതാണ് ഉത്തരം. അപ്പോ പോയിന്റ് കിട്ടിയിരിക്കുന്നത് വിമിതയ്ക്കും ശ്രീജ വിജയനും സുമാ ജയമോഹനുമാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ബാലസാഹിത്യമാണ് ഈ നോവൽ. ഒന്നാമത്തെ ക്ലൂ ബാലസാഹിത്യമാണ്. രണ്ടാമത്തെ ക്ലൂ ലില്ലി എന്നുള്ളൊരു കഥാപാത്രമുണ്ട് ഇതിനകത്ത്. ബാലസാഹിത്യമാണ്. ലില്ലി എന്നൊരു കഥാപാത്രമുണ്ട്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇംഗ്ലീഷ് നോവൽസ് ചോദിക്കുമെന്ന് സ്മിത പൗലോസ്. മലയാളം മാത്രമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് സ്മിത. മറ്റൊരു ദിവസം നമുക്ക് ഇംഗ്ലീഷ് നോവൽസ് ചോദിക്കാം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് നോവൽസ് അത്രത്തോളം നമ്മുടെ നാട്ടിൽ വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജിഷ റജോ ഞാൻ അയക്കുന്നുണ്ടോ ഒന്നും വരുന്നില്ല, ലേറ്റ് ആണെന്ന്. എന്താണെന്നറിയില്ല. ജിഷ നെറ്റിന്റെ പ്രശ്നമായിരിക്കാം. അത് മാത്രമല്ല, ഈ ഫേസ്ബുക്ക് ആപ്പിൽ ഒട്ടും നമുക്ക് പല കാര്യങ്ങളും സ്റ്റേബിൾ അല്ല. പലതും പലതരത്തിലാണ് വരുന്നത്. ഞാൻ എന്നിട്ടും ലാപ്ടോപ്പിലും ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കുന്നുണ്ട്. ബാലസാഹിത്യമാണ്
രണ്ടാമത്തെ ക്ലൂ ലില്ലി എന്നൊരു കഥാപാത്രമുണ്ട്. മൂന്നാമത്തെ ക്ലൂ സൗദാമിനി എന്നൊരു കഥാപാത്രമുണ്ട്. ബാലസാഹിത്യമാണ്. ലില്ലി എന്നൊരു കഥാപാത്രമുണ്ട്. സൗദാമിനി എന്നൊരു കഥാപാത്രവുമുണ്ട്. സോറി, ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ളതാണ് ഉത്തരം. മുട്ടത്ത് വർക്കി എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബാലസാഹിത്യ നോവലാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും. ലതാ നിട്ടൂരാണോ എന്നറിയില്ല, നിട്ടൂർ, വൈശാഖ് ജയ്, റാണി സെയിൻ, ജീസ് കൈതാരം, സുമാ ജയമോഹൻ, ബിന്ദു എസ് നായർ, ശ്രീദേവി ഷൈനു, സ്മിത പൗലോസ്, ഷീബ ഷനിൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞത് ജയശ്രീ ജോണും രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സുമാ ജയമോഹനാണോ? അല്ല, നോക്കട്ടെ, ലതാ നെട്ടൂരാണേ. 1 പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജെ. 3 പേർക്കും ഓരോ പോയിന്റ് കിട്ടുന്നേ. നെറ്റ് സ്ലോ ഒന്നും കിട്ടുന്നില്ല എന്ന് പ്രീത ഗോപിനാഥൻ. ലൈവ് ആയതുകൊണ്ടായിരിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു കുടയും കുഞ്ഞുമെങ്ങളും എന്നുള്ളതാണ് ഉത്തരം. അപ്പം അതിൻ്റെ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ജയശ്രീ ജോണിനും ലതാ നെട്ടൂരിനും വൈശാഖ് ജയ്ക്കുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതൊരു ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ്. പോയിന്റ് നില പറയൂ എന്ന് ജയശ്രീ ജോൺ പറയുന്നു. 4 പോയിന്റുമായിട്ട് സുമാ ജയമോഹൻ മുന്നിൽ നിൽക്കുന്നു. മഞ്ജു വിഷ്ണുവും ജയശ്രീ ജോണും വിമിതയും 2 പോയിന്റുമായിട്ടാണ് പിന്നാലെയുള്ളത്. സുമാ ജയമോഹൻ 4 പോയിന്റുമായിട്ട് ആദ്യം നിൽക്കുന്നത്. ജയശ്രീ ജോൺ, മഞ്ജു വിഷ്ണു, വിമിത തുടങ്ങിയവർ 2 പോയിന്റ് നേടിയിട്ടുണ്ട്. 2 അല്ല, ജയശ്രീ ജോൺ 3 പോയിന്റ് കേട്ടോ. പിന്നെ ജിഷ, സുഷിത, ആതിര രഞ്ജു, പ്രീത ഗോപിനാഥൻ, ബിന്ദു എസ് നായർ, SRK അബു, ദിനേശ് ബാബു, ആതിര രഞ്ജുവിനും 2 പോയിന്റ് ഉണ്ട് കേട്ടോ. സുരേഷ് തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ്. ഷൈബി ഷാജുവിന് 1 പോയിന്റ്, ശ്രീജ വിജയൻ 1 പോയിന്റ്, ലതാ നെട്ടൂർ, വൈശാഖ് ജയ് തുടങ്ങിയവർക്കും ഓരോ പോയിന്റ്. അപ്പൊ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സുമാ ജയമോഹനാണ് 4 പോയിന്റ്. 2 പോയിന്റോടുകൂടി മഞ്ജു വിഷ്ണു, ആതിര രഞ്ജു തുടങ്ങിയവർ, വിമിത തുടങ്ങിയവർ 3-ാം സ്ഥാനത്താണ്. 2-ാം സ്ഥാനത്ത് ജയശ്രീ ജോണാണ് 3 പോയിന്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓർമ്മക്കുറിപ്പാണ് ഈ പുസ്തകം. രണ്ടാമത്തെ ക്ലൂ ഒരു കവിയുടെ ഗദ്യമാണ്. അതായത് പ്രധാനമായിട്ടും അദ്ദേഹം കവിയാണ്, പക്ഷെ ഇതൊരു ഗദ്യ പുസ്തകമാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ്. രണ്ടാമത്തെ ക്ലൂ ഇതൊരു കവിയുടെ ഗദ്യ പുസ്തകമാണ്. മൂന്നാമത്തെ ക്ലൂ ഈ പുസ്തകം തുടങ്ങുന്നത് ഭ്രൂണഹത്യ എന്ന ഓർമ്മക്കുറിപ്പോടുകൂടിയാണ്. കവിയുടെ ഗദ്യമാണ്, ഓർമ്മക്കുറിപ്പുകളാണ്. ഭ്രൂണഹത്യ എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പോടു കൂടിയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഉത്തരം വന്നിട്ടുണ്ട്. ഷൈബി ഷാജു പറയുന്നു ചിദംബര സ്മരണ. ശരിയാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന കവിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗദ്യ പുസ്തകമാണ് ചിദംബര സ്മരണ. ഷീബ ഷനിൽ ചിദംബര സ്മരണ പറഞ്ഞിട്ടുണ്ട്. ദിനേശ് ബാബു ചിദംബര സ്മരണ പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ്, സുനന്ദ മഹേഷ് വിറ്റ് വൈകി എന്ന് ഒരുപാട് വൈകി. ജയശ്രീ ജോൺ ചിദംബര സ്മരണകൾ, ജീസ് കൈതാരം ചിദംബര സ്മരണ, ആശാ റോസ് ഷൈജു ചിദംബര സ്മരണ. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. സുമാ ജയമോഹൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ എന്ന് ആശാ റോസ് ഷൈജു, ഭാർഗവി നിലയെന്ന് സ്മിത പൗലോസ്, അല്ല
അജയൻ OA പറയുന്നു ചിദംബര സ്മരണ. ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് SRK അബു അല്ല. ശ്രീജാജിത്ത് പറയുന്നു ചിദംബര സ്മരണകൾ. അനുമലയിൽ പറയുന്നു ഒരിക്കൽ അല്ല, ചിദംബര സ്മരണയാണ് ഉത്തരം. അപ്പൊ അത് ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഷൈബി ഷാജു. ഷൈബി ഷാജുവിന് ഒരു പോയിന്റ് കൂടി കിട്ടുന്നു. രണ്ടാമത് പറഞ്ഞത് ഷീബ ഷനിലാണ്. ഷീബ ഷനിലിന് നേരത്തെ പോയിന്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഷീബ ഷനിലിന് ഒരു പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ദിനേശ് ബാബുവിനാണ്. ബാക്കി എല്ലാവരും ഉത്തരം പറഞ്ഞത് ശരി തന്നെയാണ്. ബിന്ദു S തൊട്ടേൽ, ചിദംബര സ്മരണ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ, പ്രീത ഗോപിനാഥൻ. ശരിയാണ് ഉത്തരം. വളരെ അധികം വായിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വായനക്കാർക്കിടയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പ് കൂടിയാണ് ചിദംബര സ്മരണ. വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ചോദ്യം എളുപ്പമാണ്. ചെന്നൈയിലാണ് കഥ നടക്കുന്നത്. ചെന്നൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും. രണ്ടാമത്തെ ക്ലൂ, മല്ലി എന്നൊരു കഥാപാത്രമുണ്ട് ഈ പുസ്തകത്തിൽ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തെ ക്ലൂ, ചെന്നൈയിലാണ് കഥ നടക്കുന്നത്. രണ്ടാമത്തെ ക്ലൂ, മല്ലി എന്നൊരു കഥാപാത്രമുണ്ട്. ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? മൂന്നാമത്തെ ക്ലൂ ശ്രീലങ്ക. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ലതാ നിട്ടൂർ പറയുന്നു റാം കെയർ ഓഫ് ആനന്ദി. ആശാ റോസ് ഷൈജു പറയുന്നു റാം കെയർ ഓഫ് ആനന്ദി. റാണി സെയിൻ, പ്രീതി പവിത്രൻ, കവിത സോമരാജൻ, അജയൻ OA, ബിന്ദു S നായർ തോട്ടടിയിൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം ശരിയാണ്. അഖിൽ P ധർമ്മജന്റെ ഈ അടുത്ത ഏറ്റവും വൈറലായിട്ടുള്ള ഒരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയണം. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ക്ലൂ ചെന്നൈയാണ് കഥ നടക്കുന്നത്. രണ്ടാമത്തെ ക്ലൂ മല്ലി എന്നൊരു കഥാപാത്രമുണ്ട്. മൂന്നാമത്തെ ക്ലൂ ശ്രീലങ്ക. ഉത്തരം പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പോയിന്റ് കിട്ടുന്നത് ആദ്യ ഉത്തരം പറഞ്ഞ ആരാണ്? ലതാ നിട്ടൂറിനാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആശാ റോസ് ഷൈജു. ഓക്കെ, മൂന്നാമത് പറഞ്ഞത് റാണി സെയിനാണ്. ഓക്കെ, ലതാ നിട്ടൂർ, ആശാ റോസ് ഷൈജു, റാണി സെയിൻ തുടങ്ങിയവർക്കാണ് ഓരോ പോയിന്റ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകമായതുകൊണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പോഴത്തെ പോയിന്റ് നില ഞാൻ പറയാം. സുമാ ജയമോഹൻ 4 പോയിന്റ്, ജയശ്രീ ജോൺ 3 പോയിന്റ്, വിമിത, മഞ്ജു വിഷ്ണു, ഷൈബി ഷാജു, ആതിര രഞ്ജു, ദിനേശ് ബാബു, ലതാ നിട്ടൂർ തുടങ്ങിയവർക്ക് 2 പോയിന്റ്. ശ്രീജ വിജയൻ, വൈശാഖ് ജയ്, ഷീബ ഷനിൽ, ആശാ റോസ് ഷൈജു, റാണി സെയിൻ, ജിഷ ഗിരീഷൻ, സുഷിത, പ്രീത ഗോപിനാഥൻ, ബിന്ദു S നായർ, SRK അബു, സുരേഷ് തുടങ്ങിയവർക്കൊക്കെ ഓരോ പോയിന്റ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യവും ഒരുപാട് എളുപ്പമുള്ളൊരു ചോദ്യമായിരിക്കാം. അന്ന എന്നൊരു കഥാപാത്രം ഈ നോവലിലുണ്ട്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഗസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ക്ലൂ കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യും. ആദ്യത്തെ ക്ലൂവിൽ ആർക്കെങ്കിലും ഗസ് ചെയ്യാനുണ്ടോ? അന്ന. കമ്മല് നല്ല ഭംഗിയെന്ന് എന്നാണ് ഷൈബി ഷാജി പറയുന്നുണ്ട്. കൊള്ളാമോ ഷൈബി? അന്ന എന്നുള്ള കഥാപാത്രമുണ്ട്. രണ്ടാമത്തെ ക്ലൂ റഷ്യയിലാണ് കഥ നടക്കുന്നത്. മൂന്നാമത്തെ ക്ലൂ ഒരു നോവൽ രചനയാണ് കഥയിലെ പ്രധാന പ്രശ്നം.
അന്ന എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. റഷ്യയിലാണ് കഥ നടക്കുന്നത്. ഒരു നോവൽ രചനയാണ്. കഥയിലെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ്. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. അന്ന കരീനീന എന്ന് ജയശ്രീ ജോൺ അല്ല, ഒരു സങ്കീർത്തനം പോലെ. മുഴുവൻ ടൈപ്പ് ചെയ്തിട്ടില്ല. സ്മിത പോലോസ്. അന്നയും റസൂലും എന്ന് സുഷിത വി. പുസ്തകമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഒരു സങ്കീർത്തനം പോലെ എന്ന് വൈശാഖ് ജി പറയുന്നു. അന്ന കരീനീന എന്ന് ബിന്ദു എസ് നായർ. ദിനേശ് ബാബു പറയുന്നുണ്ട്. അജയൻ OA പറയുന്നു ഒരു സങ്കീർത്തനം പോലെ. സ്മിത പോലോസ് പറയുന്ന ഒരു സങ്കീർത്തനം പോലെ. സുമാ ജയമോഹൻ, സരിത കിരൺ, സദാനന്ദ് കുമാർ പറയുന്നു അന്ന കരീന അല്ല. ആൽവിൻ ജോർജ് പറയുന്നു ആനന്ദി. എനിക്ക് തോന്നുന്നു നേരത്തെ ഉള്ള ചോദ്യത്തിന് ഉത്തരവാണെന്ന് പറയുന്നത്. റാണി സെയിൻ പറയുന്നു അന്ന കരീന. പ്രീതി പവിത്രൻ അന്ന കരീനിന. ലതാ നെട്ടൂർ ഒരു സങ്കീർത്തനം പോലെ. ഷൈബി ഷാജു ഒരു സങ്കീർത്തനം പോലെ. ജിഷ ഗിരീഷൻ സുരേഷ് ഒക്കെ അന്ന കരീനിന പറയുന്നു. ഷീബ ഷനിൽ പറയുന്നു ഒരു സങ്കീർത്തനം പോലെ. ഞാൻ തന്ന ഗിഫ്റ്റ് എന്ന് സ്മിത പൗലോസ് ആണ് എനിക്ക് പുസ്തകം വായിക്കാനായി തന്നത്. വളരെ കാലമായി പെൻഡിങ്ങിലുള്ള ഒരു പുസ്തകമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വായിക്കാത്തൊരു നോവലായിരുന്നു. ഉത്തരം ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളതാണ്. പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഒരു സങ്കീർത്തനം പോലെ. റഷ്യയിലാണ് കഥ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ ആൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമയൊക്കെ പറയുന്നത് പോലെ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നോ അല്ലെങ്കിൽ എന്താ നമ്മൾക്ക് അതിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. റീറൈറ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലുള്ളൊരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ദസ്തയോസ്കി എന്നുള്ള റഷ്യൻ, അങ്ങനെ തന്നെയല്ലേ പേര്, തെറ്റിയും, ദസ്തയോസ്കി എന്നുള്ള റഷ്യൻ എഴുത്തുകാരനെ കഥാപാത്രമാക്കി അയാൾ ഒരു നോവൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെയൊക്കെ കൊണ്ടുവന്ന് സങ്കല്പിച്ചാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പെരുമ്പടവം റഷ്യയിൽ പോയിട്ടേ ഇല്ലായിരുന്നു ഈ നോവൽ എഴുതുന്ന സമയം. അതിനുശേഷം പോയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഭാവന എന്ന് തന്നെ പറയണം. അപ്പോൾ ആദ്യ ഉത്തരം പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. നോക്കട്ടെ, ആരാദ്യം പറഞ്ഞത്? സ്മിത പൗലോസ് ആണ് എന്നാണ് എനിക്ക് കാണിക്കുന്നത് കേട്ടോ. മുഴുവൻ ടൈപ്പ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരിക്കെങ്കിലും അതാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത് പറഞ്ഞത് വൈശാഖ് ജെ ആണ്. വൈശാഖിനൊരു പോയിന്റ്. മൂന്നാമത് പറഞ്ഞത് അജയൻ OA. ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളതാണ് ഉത്തരം. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫയദോർ ദസ്തേവ്സ്കി എന്ന് സ്മിത പൗലോസ് പറയുന്നു. റഷ്യൻ പേരായതുകൊണ്ട് ഞാൻ പറയുന്ന പ്രൊണൗൺസിയേഷൻ ശരിയാകണമെന്നില്ല. അപ്പോൾ ഉത്തരം ഒരു സങ്കീർത്തനം പോലെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ആരും പെട്ടെന്ന് പറയുന്നൊരു ചോദ്യോത്തരമാണ്. ആദ്യത്തെ ക്ലൂ മരുഭൂമി. ആദ്യത്തെ ക്ലൂ മരുഭൂമി എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മരുഭൂമി എന്നുള്ളതാണ് ആദ്യത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ മൃഗപരിപാലനം. രണ്ടാമത്തെ ക്ലൂ മൃഗപരിപാലനം. മരുഭൂമിയാണ് ആദ്യത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ മൃഗപരിപാലനം. മൂന്നാമത്തെ ക്ലൂ നജീബ്. മരുഭൂമി, മൃഗപരിപാലനം, നജീബ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ് ഉത്തരം. ആടുജീവിതം എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ബെന്യാമിൻ രചിച്ച വളരെ പ്രശസ്തമായ നോവലാണ് ആടുജീവിതം. ഈ അടുത്ത് ബ്ലസ്സി അതിനൊരു സിനിമയാക്കി മാറ്റിയിരുന്നു. റാണി സെയിനാണ് ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. റാണി സെയിൻ ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് വൈശാഖ് ജെ. വൈശാഖിനൊരു പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രീതി പവിത്രൻ. പ്രീതിക്ക് ഒരു പോയിന്റ്. ഓക്കെ. ആടുജീവിതം ഒന്ന് സ്മിത പൗലോസ്, സരിത കിരൺ, ജയശ്രീ ജോൺ, സിനി ജോൺസൺ, ഷൈബി ഷാജു, സാബിറ ലത്തീഫി, ലതാ നെട്ടൂർ, അജയൻ OA, സുനന്ദ മഹേഷ് തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിലെ ഒട്ടകം എന്ന് സുഷിത വി പറയുന്നു. അങ്ങനെ ഒരു നോവലുണ്ടോ?
ബിന്ദു എസ് നായർ തോട്ടടയിൽ ആടുജീവിതം, ദിനേശ് ബാബു ആടുജീവിതം, ഷീബ ഷനിൽ ആടുജീവിതം, സുമാ ജയമോഹൻ, സരിത വി വി, റാണി തോമസ്, ഷിബു ജോർജ്, ജിഷ ഗിരീശൻ, അനു മലയിൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സദാനന്ദ് കുമാർ, സുരേഷ്, കവിത സോമരാജൻ തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ് ഇതുവരെ വായിച്ചിട്ടില്ല എന്ന്. ആതിര, രഞ്ജു, ആൽവിൻ ജോർജ് തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ചോദ്യത്തിന് മുന്നേ ആൻസർ വരുന്നു. അത് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം, സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റെൻഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു ജയശ്രീ ജോൺ ആണോ, നോക്കട്ടെ ജയശ്രീ ജോൺ പറഞ്ഞിട്ടുണ്ടോന്ന്. ഇല്ല, ജയശ്രീ ജോണിന്റെ കാണുന്നില്ല. ആദ്യം കാണുന്നത് റാണി സീനാണ്. ജയശ്രീ ജോണിന്റെ കമന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോ 4 പോയിന്റുമായി ഇപ്പോഴും സുമാ ജയമോഹനാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് 3 പോയിന്റുമായി വൈശാഖ് ജയും ജയശ്രീ ജോണും തുടരുന്നു. ലത നിട്ടൂർ, മഞ്ജു വിഷ്ണു, ദിനേശ് ബാബു, ആതിര രഞ്ജു, വിമിത, ഷൈബി ഷാജു തുടങ്ങിയവർ 2 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. ജിഷ, സുഷിത, പ്രീത ഗോപിനാഥൻ, ബിന്ദു എസ് നായർ, SRK അബു, സുരേഷ്, പ്രീതി പവിത്രൻ, റാണി സെയിൻ, അജയൻ OA, സ്മിത പൗലോസ്, ആശാ റോസ് ഷൈജു, ഷീബ ഷനിൽ തുടങ്ങിയവർ ഓരോ പോയിന്റുമായിട്ട് മുന്നേറുന്നു. റാണി സെയിനും 2 പോയിന്റാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യം, വൈശാഖിന് എല്ലാ വെള്ളിയാഴ്ചയും ലീവ് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിക്കണമെന്ന് ഷൈബി ഷാജു. വേണം, ചോദിക്കണം. പട്ടാളക്കാർക്ക് ഇത്രയ്ക്ക് ലീവ് പാടില്ല അല്ലേ? ജയശ്രീക്ക് പോയിന്റ് കൊടുക്കരുത്, എൻ്റെ ലൈവിന് വന്നില്ല എന്ന് സുനിത മഹേഷ്. അല്ലെങ്കിലും ജയശ്രീയുടെ കമന്റ് അവിടെ കാണുന്നില്ല, എനിക്ക് തോന്നുന്നു ഫേസ്ബുക്ക് തന്നെ അത് മുക്കിയെന്ന്. അടുത്ത ചോദ്യേ, ആദ്യത്തെ ക്ലൂ വധശിക്ഷ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വധശിക്ഷ. രണ്ടാമത്തെ ക്ലൂ കൊൽക്കത്ത എന്നല്ലേ ഇപ്പൊ? അതെ, കൽക്കട്ടയായിരുന്നു ഇപ്പൊ കൊൽക്കത്ത. കൊൽക്കട്ട എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കൊൽക്കത്ത വധശിക്ഷ. അടുത്ത ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം വരും. അതിനു മുമ്പേ വരുന്നുണ്ട് ഉത്തരം. അടുത്ത ക്ലൂ ചേതന വധശിക്ഷ, കൊൽക്കത്ത. ഉത്തരങ്ങൾ വരുന്നുണ്ട്. ശരിയാണ് ഉത്തരം. KR മീര രചിച്ച ആരാച്ചാർ എന്ന നോവലാണ്. ആരൊക്കെ ഉത്തരം പറഞ്ഞിട്ടെന്ന് നോക്കട്ടെ. ഈസി ക്വസ്റ്റ്യൻ ചോദിക്കൂന്ന് മുർഷിദ പർവീൺ ചോദിക്കുന്നുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു, സമയത്തിന് വരണം. ഓക്കെ, ജയശ്രീ ജോൺ ആരാച്ചാർ, റാണി സെയിൻ ആരാച്ചാർ, പ്രീതി പവിത്രൻ, ജിഷ ഗിരീശൻ, ഷൈബി ഷൈജു തുടങ്ങിയവരൊക്കെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു എസ് നായർ, സ്മിത പൗലോസ്, വൈശാഖ് ജയ്, ദിനേശ് ബാബു, അജയൻ OA, സുഷിത VV, റാണി തോമസ്, ഷിബു ജോർജ്, അനു മലയിൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ എന്റെ കമന്റ് ഏറ്റവും മുകളിലുണ്ട്, കണ്ടു. ആദ്യം ഉത്തരം പറഞ്ഞ ജയശ്രീ ജോൺ ആണ്. സരിത കിരൺ, സുമാ ജയമോഹൻ തുടങ്ങിയവർ ആരാച്ചാർ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കവിത സോമരാജൻ, ഷീബ ഷനിൽ, മീരയുടെ ആരാച്ചാർ എന്ന് സാബിറ ലത്തീഫി പറയുന്നു. സുരേഷ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലത നിട്ടൂർ, ആതിര രഞ്ജു തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞ ആരാണെന്ന് നോക്കട്ടെ. ആദ്യം ഉത്തരം പറഞ്ഞ ജയശ്രീ ജോൺ ആണ്, അത് ഞാൻ കണ്ടു. അടുത്ത ആരാന്ന് നോക്കട്ടെ. ഇപ്പൊ ജയശ്രീ ജോണിന് 1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് റാണി സെയിനാണ്. റാണി സെയിനിപ്പോ എത്ര പോയിന്റായി? 3 പോയിന്റായി. മൂന്നാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് പ്രീതി പവിത്രനാണ്. പ്രീതി പവിത്രന് 1 പോയിന്റ് കൂടി. ഓക്കെ, കള്ളക്കളി എന്ന് മുർഷിദ പർവേൺ. അത് ശരി, ഉത്തരം പറയുന്നവർക്ക് പോയിന്റും എടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യേ, ഉത്തരം മനസ്സിലായല്ലോ. ആരാച്ചാർ, KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിന്റെ പേരാണ് ഗസ് ചെയ്യാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം,
ഇത് ഒറ്റ ക്ലൂവിൽ ആര് പറയും നോക്കട്ടെ. ചോദ്യം വരുന്നതിന് മുമ്പ് ഉത്തരം സ്ക്രീനിൽ വരുന്നു. ചോദ്യം വരാതെ എന്തായാലും ഉത്തരം വരില്ലല്ലോ ബിന്ദു എസ് നായർ. ചോദ്യം നിങ്ങൾക്ക് വൈകി എനിക്ക് തോന്നുന്നു. ലൈവ് ആയതുകൊണ്ട് നെറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വൈകിയായിരിക്കും നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്കിൽ. അപ്പോഴേക്കും ചിലപ്പോൾ ഉത്തരം കമൻറ്റുകൾ വന്നിട്ടുണ്ടാവും. അത് തമ്മിലുള്ളൊരു ലാഗ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അത് ഫേസ്ബുക്കിൻ്റെ ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ നെറ്റിൻ്റെ ഇഷ്യൂ ആവും. അടുത്ത ചോദ്യം, ആദ്യത്തെ ക്ലൂ ചാണ്ടിപ്പട്ടി. ചാണ്ടിപ്പട്ടി എന്ന് പറഞ്ഞാൽ ഏത് നോവലാണ് നിങ്ങൾക്ക് ഓർമ്മ വരിക? രണ്ടാമത്തെ ക്ലൂ പറയട്ടെ, അമ്മിണിത്തത്ത. ആരും വായിച്ചിട്ടില്ലേ ഈ നോവൽ? ചാണ്ടിപ്പട്ടി, അമ്മിണിത്തത്ത. മൂന്നാമത്തെ ക്ലൂ ഗീവർഗീസ് പുണ്യാളൻ. ചാണ്ടിപ്പട്ടി, അമ്മിണിത്തത്ത, ഗീവർഗീസ് പുണ്യാളൻ. അതേത് പട്ടിയെന്ന് ഷൈബി ഷാജു? അതൊരു പ്രത്യേക പട്ടിയാണ് ഷൈബി. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു പട്ടി. ഈ പട്ടിയെ വളർത്താനൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ചാണ്ടിപ്പട്ടിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പട്ടിയെ വാങ്ങിച്ച് വളർത്തും. ചാണ്ടിപ്പട്ടി, അമ്മിണിത്തത്ത, ഗീവർഗീസ് പുണ്യാളൻ. ഉത്തരങ്ങൾ വരുന്നുണ്ട്. സ്മിത പൗലോസ് ആദ്യ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മരിയ വെറും മരിയ. സന്ധ്യാമേരി രചിച്ച മരിയ വെറും മരിയ എന്നുള്ള നോവലിലെ കഥാപാത്രങ്ങളാണ് ചാണ്ടിപ്പെട്ടി, അമ്മിണിത്തത്ത, മാത്തിരി വല്യമ്മച്ചി, ഗീവർഗീസ് പുണ്യാളൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അപ്പോ ബിന്ദു എസ് നായർ പറഞ്ഞിട്ടുണ്ട് അന്യഗ്രഹത്തിലെ അമ്മാവൻ. അന്യഗ്രഹത്തിലെ അമ്മാവന് വായനയെ കൊണ്ടെന്ന് മനസ്സിലായി. മരിയ വെറും മരിയ. സുമാ ജയമോഹൻ പറഞ്ഞിട്ടുണ്ട്. ആശാറോസ് ഷൈജു തുടങ്ങിയവരും പറഞ്ഞിട്ടുണ്ട്. ബഷീർ ഓർ ഉറൂബ് എന്ന് വൈശാഖ് ജയ് ചോദിക്കുന്നു. അല്ല, ഇതൊരു പുതിയ എഴുത്തുകാരിയാണ്. അനുമലയിൽ പറയുന്നു ആവേ മരിയ. അല്ല, ഉത്തരം മരിയ വെറും മരിയ എന്നുള്ളതാണ്. ആദ്യത്തെ 3 ഉത്തരം പറഞ്ഞിരിക്കുന്ന ആരാണെന്ന് നോക്കട്ടെ. സ്മിത പൗലോസിനാണ് ഒരു പോയിന്റ്. സ്മിതയ്ക്ക് ഞാൻ ഈ പുസ്തകം കൊടുത്തിരുന്നു, അതുകൊണ്ട് സ്മിത പെട്ടെന്ന് ഉത്തരം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ബിന്ദു എസ് നായർ മരിയ വെറും മരിയ എന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളൂ. ബിന്ദു എസ് നായറിനൊരു പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അന്യഗ്രഹത്തിലെ അമ്മാവനാണ്. അന്യഗ്രഹത്തിലെ അമ്മാവൻ എന്ന് പറയുമ്പോൾ ചൊവ്വയിലാണോ അതോ ബുധനിലാണോ, എവിടെയാണ് വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ മരിയ വെറും മരിയ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ഇതിലെ കഥാപാത്രങ്ങളാണ് സന്ധ്യാമേരി രചിച്ച മരിയ വെറും മരിയ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ചാണ്ടിപ്പട്ടി, അമ്മിണിത്തത്ത, മാത്തിരി വല്യമ്മച്ചി, ഗീവർഗീസ് ഹദ, അങ്ങനെ കുറേ ആൾക്കാർ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് കുറച്ച് പഴയ ഒരു നോവലാണ്. എത്ര പേര് പറയും എന്നറിയില്ല, നോക്കാം. ആദ്യത്തെ അക്ഷരത്തെറ്റ് പൊറുക്കണമെന്ന്. കുഴപ്പമില്ല, ഞാൻ പോയിന്റ് തന്നിട്ടുണ്ട് ബിന്ദു എസ് നായർ. കാരണം എനിക്ക് മനസ്സിലായി നമ്മൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ പറ്റുമല്ലോ. വളരെ കുറച്ച് വായനയുള്ള എനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങളെന്ന് മുർഷിദ പർവീൻ. കൂടുതൽ വായിക്കണം എന്നുള്ളൊരു താല്പര്യമെങ്കിലും ആൾക്കാർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ ഇത്തരമുള്ള പരിപാടികളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. പക്ഷെ വായിച്ചില്ലെങ്കിൽ വളയും എന്നല്ലേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല നേരായിട്ട് വളരാൻ കുറച്ച് കൂടുതൽ വായിക്കുന്നത് നല്ലതാണ്. ഞാൻ ആരെക്കുറിച്ചും അല്ല പറയുന്നത് കേട്ടോ, എല്ലാവരെക്കുറിച്ചുമാണ് പറയുന്നത്. നമ്മൾ വായനയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കാത്ത ലോകങ്ങൾ, നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങൾ തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു എമ്പതിയും ഒക്കെ വളർന്നു വരാൻ വളരെ നല്ലതാണ് പുസ്തകം വായിക്കുന്നത്. ഇതുവരെയും വായന തുടങ്ങാത്ത ആളുകൾ ആരെങ്കിലും കൂട്ടക്ഷരങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ബ്ലോഗുകളെങ്കിലും വായിക്കുക, ചെറുതായിട്ടെങ്കിലും വായന തുടങ്ങുക. വായന നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് പ്രത്യേകിച്ചും ഇപ്പോഴുള്ള നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയോ? അപ്പം നമുക്ക് ചോദ്യം ചോദിക്കാം. കല്യാണിക്കുട്ടി. അമ്മാവന് മുന്നേ ഞാൻ പറഞ്ഞു സുമാ ജയമോഹനാണോ നോക്കട്ടെ. കല്യാണിക്കുട്ടി കേട്ടോ ആദ്യത്തെ ക്ലൂ. എനിക്ക് ആദ്യം കാണുന്നത് സ്മിത പൗലോസും ബിന്ദു എസ് നായരും അന്യഗ്രഹത്തിലെ അമ്മാവനുമാണ് കേട്ടോ. അത് കഴിഞ്ഞ് റാണി സെയിനും സാബിറ ലത്തീഫിയുടെയും കമന്റുകൾ അവർ വായിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സുമാ ജയമോഹന്റെ കമന്റ് എനിക്ക് കാണിക്കുന്നത്. ഓക്കെ, കല്യാണിക്കുട്ടി. രണ്ടാമത്തെ ക്ലൂ പ്രഭു. കല്യാണിക്കുട്ടി പ്രഭു. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള സ്ത്രീകളുടെ കഥ അല്ല. കൂട്ടക്ഷരങ്ങൾ എന്ന പേരിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ എഴുത്ത് ഗ്രൂപ്പ് തുടങ്ങിക്കൂടെ? വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടല്ലോ ഫൈസൽ. ലിങ്ക് നമ്മൾ കൂട്ടക്ഷരങ്ങൾ സർക്കിൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ലഭ്യമല്ലെങ്കിൽ മെസ്സഞ്ചറിൽ വന്നാൽ ഞാൻ തരാം. ആർ രാജശ്രീയുടെ ബുക്ക് അല്ല കേട്ടോ. കല്യാണിക്കുട്ടി. കല്യാണിയും ദാക്ഷായണിയും കഥയിൽ കല്യാണിക്കുട്ടി അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. കല്യാണി എന്ന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കല്യാണിക്കുട്ടി പ്രഭു. ഞാൻ പറഞ്ഞു വളരെ പഴയ ഒരു നോവലാണെന്ന്. മൂന്നാമത്തെ ക്ലൂ നോവലിസ്റ്റ് വളരെ പ്രശസ്തനായ ഒരു സിനിമ സംവിധായകനാണ്. തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. ആദ്യത്തെ ക്ലൂ കല്യാണിക്കുട്ടി, രണ്ടാമത്തെ ക്ലൂ പ്രഭു, മൂന്നാമത്തെ ക്ലൂ നോവലിസ്റ്റ്, വളരെ പ്രശസ്തനായ ഒരു മലയാളം സിനിമ തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. പല പേരുകൾ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും അല്ല. വാടകയ്ക്കൊരു ഹൃദയം എന്ന് ബിന്ദു എസ് നായർ, ഇന്ദുലേഖ എന്ന് ലതാ നെട്ടൂർ അല്ല, ഇന്ദുലേഖ എന്ന് ഷൈബി ഷാജു, രണ്ടിടങ്ങഴി എന്ന് വൈശാഖ് ജയ്, രണ്ടാം ഊഴം എന്ന് സ്മിത പൗലോസ്, രണ്ടിടങ്ങഴി, കയർ. അന്യഗ്രഹത്തിലെ അമ്മാവൻ ഏകദേശം സാറ്റലൈറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. രണ്ടാം ഊഴം പുസ്തകത്തിന്റെ പേരാണേ പറയേണ്ടത്. രണ്ടാം ഊഴം. അടുത്ത ക്ലൂ പറഞ്ഞു കഴിഞ്ഞു. കല്യാണിക്കുട്ടി എന്നാണ് നായികയുടെ പേര്, നായകന്റെ പേര് പ്രഭു. ഈ നോവലിസ്റ്റ് മലയാളത്തിലെ വളരെ പ്രശസ്തനായ, അദ്ദേഹം ജീവിച്ചിട്ടില്ല, ഒരു തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. നാലുകെട്ട് എന്ന് വൈശാഖ് ജയ്, പത്മരാജൻ എന്ന് പ്രീതി പവിത്രൻ, അന്യഗ്രഹത്തിൽ അമ്മാവനൊക്കെ ഗസ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, പത്മരാജന്റെ നോവലാണ്. പേരാണ് കിട്ടേണ്ടത്. ഗോപുരനടയിൽ എന്ന് വൈശാഖ് ജയ്. അങ്ങനെ ഒരു നോവലുണ്ടോ? ഗോപുരനടയിൽ അല്ലെങ്കിൽ വൈശാഖ് ജയ് എഴുതുന്നതായിരിക്കും. ബിന്ദു എസ് നായർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങളെ കാവൽ ആതിര രഞ്ജു പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ബിന്ദു എസ് നായർ ആണെന്നാണ് എനിക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ബിന്ദു എസ് നായർക്ക് ഒരു പോയിന്റ് കൂടി, ആതിര രഞ്ജുവിന് ഒരു പോയിന്റ് കൂടി. മൂന്നാമത്തെ ചോദ്യം കേട്ടില്ലാന്ന് പ്രീത ഗോപിനാഥൻ. ചോദ്യം ഇതാണ്. നായികയുടെ പേര് കല്യാണിക്കുട്ടി, നായകന്റെ പേര് പ്രഭു. ഇത് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, തിരക്കഥാകൃത്തും സംവിധായകനുമായ ഒരാളാണ്. നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ബിന്ദു എസ് നായരും ആതിര രഞ്ജുവുമാണ് ആദ്യം രണ്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രീതി പവിത്രനാണ് എന്നാണ് എനിക്കിവിടെ കാണിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. നക്ഷത്രങ്ങളെ കാവൽ എന്ന അന്യഗ്രഹത്തിലെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ സാറ്റലൈറ്റ് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നീലത്താമര എന്ന് സഫ്ന ലത്തീഫ് അല്ല, ഏണിപ്പടികൾ എന്ന് സുമാ ജയമോഹൻ. വൈശാഖ് ജയ് നോവൽ എഴുതുന്നുണ്ടോ? അതെ, അവന്റെ നോവലിന്റെ പേരാണ് മരുഭൂമിയിൽ ഒറ്റയ്ക്കൊരു സൈക്കിൾ. അതാണ് നോവലിന്റെ പേര് അല്ലേ വൈശാഖ്? അപ്പോ
ഉത്തരം നക്ഷത്രങ്ങളെ കാവൽ എന്നുള്ളതാണേ. പോയിന്റ് തന്നെ ഞാൻ പറയാമേ. സുമാ ജയമോഹനും ജയശ്രീ ജോണും 4 പോയിന്റ്, ബിന്ദു എസ് നായർ, ആതിര രഞ്ജു, പ്രീതി പവിത്രൻ, റാണി സെയിൻ, വൈശാഖ് ജയ് ഇവർക്ക് എല്ലാവർക്കും 3 പോയിന്റ്. 2 പോയിന്റ് ഉള്ളവർ ലത നിട്ടൂർ, സ്മിത പൗലോസ്, അതുപോലെ തന്നെ മഞ്ജു വിഷ്ണു, ദിനേശ് ബാബു, വിമിത, ഷൈബി ഷാജു. 1 പോയിന്റ് ഉള്ളവർ ജിഷ, സുഷിത, പ്രീത ഗോപിനാഥൻ, SRK അബു, സുരേഷ്, അന്യഗ്രഹത്തിലെ അമ്മാവൻ, അജയൻ OA, ആശാറോസ് ഷൈജു, ഷീബ ഷനിൽ, ശ്രീജ വിജയൻ. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആദ്യത്തെ ക്ലൂ റെയിൽവേ ക്വാർട്ടേഴ്സ്. ആദ്യത്തെ ക്ലൂ റെയിൽവേ ക്വാർട്ടേഴ്സ്. ആരെങ്കിലും ഗസീമോ? രണ്ടാമത്തെ ക്ലൂ പറയട്ടെ. വൈശാഖിനെയും അമ്മാവനെയും കൊണ്ട് തോറ്റിരിക്കുമായിരുന്നെന്ന് ഷൈബി ഷാജു. ഉത്തരം കിട്ടിയോ? ആദ്യത്തെ ക്ലൂ റെയിൽവേ ക്വാർട്ടേഴ്സ്. ഏത് നോവലാണെന്ന് പറയാൻ പറ്റുന്നുണ്ട്? പവിത്രയുടെ കഴുത്ത് തുമ്പി എന്നാ. അതെ, തുമ്പി. ഇത് ടേമു എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചൈനീസ് ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ തുമ്പിയെ. ചൈനയിൽ തുമ്പിയുണ്ടോ എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു. എങ്കിലും തുമ്പിയുള്ള കമ്മൽ കിട്ടും. കമ്മലല്ല, മാല കിട്ടും. പച്ച, മഞ്ഞ, ചുവപ്പ് എന്ന് പ്രീതി പവിത്രൻ. ഞാൻ അടുത്ത ക്ലൂ പറയാമേ. രണ്ടാമത്തെ ക്ലൂ വിനോദിനി. ഒന്നാമത്തെ ക്ലൂ റെയിൽവേ ക്വാർട്ടേഴ്സ്, രണ്ടാമത്തെ ക്ലൂ വിനോദിനി. പച്ച, മഞ്ഞ, ചുവപ്പ് എന്ന് പ്രീതി പവിത്രൻ പറയുന്നു. അജയൻ OA ചട്ടക്കാരി. മൂന്നാമത്തെ ക്ലൂ കൂടി പറയാം, പരിമളം. അജിത് വള്ളോളി പറയുന്നു ടീമു. ടീമു എന്ന് അതിനെ പറയുന്നെന്ന് തോന്നുന്നു. ഇവയ്ക്ക് വേണേ വാങ്ങിച്ചു കൊടുക്കും. കുറേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ചോദ്യം ക്ലൂ റെയിൽവേ ക്വാർട്ടേഴ്സ്, രണ്ടാമത്തെ ക്ലൂ വിനോദിനി, മൂന്നാമത്തെ ക്ലൂ പരിമളം. ആരൊക്കെ പറയുന്നു? പച്ച, മഞ്ഞ, ചുവപ്പല്ല. TD രാമകൃഷ്ണന്റെ അല്ല. ആനന്ദഭാരം എന്ന് ജയശ്രീ ജോൺ പറയുന്നുണ്ട്. ചട്ടക്കാരി എന്ന് സഫ്ന ലത്തീഫ്. പച്ച, നീല, ചുവപ്പ്. പച്ച, നീല, ചുവപ്പ് അങ്ങനെ ഉണ്ടോ? ചോക്കർ ബാലി എന്ന് അജിത് വല്ലോളി. തുമ്പിയുടെ ലിങ്ക് തീർന്ന് തരാട്ടോ. വാനപ്രസ്ഥം എന്ന് വൈശാഖ് ജയ്. റെയിൽവേ ക്വാർട്ടേഴ്സ് ആണ് കഥ നടക്കുന്ന കഥാപരിസരം. രണ്ടാമത്തെ ക്ലൂ വിനോദിനി എന്നുള്ള ഒരു കിടപ്പ് രോഗിയാണ് ഒരു പ്രധാന കഥാപാത്രം. മൂന്നാമത്തെ ക്ലൂ പരിമളം എന്നുള്ള ഒരു അയൽവാസിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം. ഉത്തരം വരട്ടെ. ആർക്കും അറിയില്ല? ദാഹം, അങ്ങനെ ഒരു നോവലുണ്ടോ? ടാഗോറിന്റെ നോവലാണോ എന്ന് അന്യഗ്രഹത്തിലെ അമ്മാവൻ. അല്ല, മലയാളം നോവലാണ് കേട്ടോ. അതിന്റെ ടാഗോറിന്റെ നോവലിന്റെ മലയാളം പരിഭാഷ ഉണ്ടാവും. പക്ഷെ ഇത് ഒറിജിനലി മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്, ബംഗാളി നോവലല്ല. റെയിൽവേ ക്വാർട്ടേഴ്സ്, വിനോദിനി, പരിമളം. അവിടെ ഏത് പരിമളം എന്നോ? പരിമളം ചോക്കർ. അതെ, ബംഗാളിയിൽ ഇവിടെ പരിമളം അല്ലേ? ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് 3 പേരെങ്കിലും വേണം പോയിന്റ് കൊടുക്കാൻ. അതാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരു മലയാളം നോവലാണ്. കിട്ടിയോ? റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് കഥ നടക്കുന്നത്. വിനോദിനി എന്നുള്ളൊരു കിടപ്പ് രോഗിയാണ് ഒരു കഥാപാത്രം. പരിമളം എന്നുള്ളൊരു അയൽവാസിയാണ് മറ്റൊരു കഥാപാത്രം. എൻ്റെ ആദ്യ തീവണ്ടി എന്ന് സഫ്ന ലത്തീഫ്. അല്ല,
ഒരാളെ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അയാൾക്ക് മാത്രം പോയിന്റ് കൊടുക്കേണ്ടി വരും. ഇതൊരു മലയാളം പുസ്തകമാണ്. മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. മറ്റു ഭാഷകളിൽ നിന്ന് പരിഭാഷപ്പെടുത്തി വന്നിട്ടുള്ള പുസ്തകമല്ല. ഉത്തരം വരുന്നുണ്ട്. സരിത കിരൺ, സ്മിത പൗലോസ്, ജീസ് കൈതാരം തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ആനന്ദഭാരം, ജിസ ജോസ് രചിച്ച ആനന്ദഭാരം എന്ന നോവലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആദ്യ ഉത്തരം പറഞ്ഞത് ജയശ്രീ ജോൺ ആണ്. അപ്പൊ ജയശ്രീ ജോണിന് ഒരു പോയിന്റ് കൂടി. രണ്ടാമത് ഉത്തരം പറഞ്ഞത് നോക്കട്ടെ, രണ്ടാമത് ഉത്തരം പറഞ്ഞത് സ്മിത പൗലോസ് ആണെന്നാണ് എനിക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. സ്മിതയ്ക്ക് ഒരു പോയിന്റ്, ജീസ് കൈതാരത്തിന് ഒരു പോയിന്റ്. ഓക്കെ. ആനന്ദഭാരം, അജിത് വള്ളോളി, ദിനേശ് ബാബു തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. ഉത്തരം ശരിയാണ്. ജിസ ജോസ് രചിച്ച ആനന്ദഭാരം എന്ന പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, ഇത് എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ദാസൻ, ഒന്നാമത്തെ ക്ലൂ ദാസൻ, രണ്ടാമത്തെ ക്ലൂ ചന്ദ്രി, രണ്ടാമത്തെ ക്ലൂ ചന്ദ്രി. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദാസനും ചന്ദ്രിയും. ഇനിയിപ്പോ എന്നെ വിജയായി പ്രഖ്യാപിച്ച് പരിപാടി വേഗം അവസാനിപ്പിച്ചോന്ന് ജയശ്രീ ജോൺ. അത് പറയാൻ പറ്റില്ല, ആൾക്കാർ ചിലപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കാം. ഇപ്പോഴത്തെ പോയിന്റ് തന്നെ ഞാൻ പറയാമേ. സുമാ ജയമോഹന് 4 പോയിന്റ്, പക്ഷെ 5 പോയിന്റുമായി ജയശ്രീ ജോൺ ആണ് ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് സുമാ ജയമോഹൻ 4 പോയിന്റ്. വൈശാഖ് ജയ്, ബിന്ദു എസ് നായർ, ആതിര രഞ്ജു, പ്രീതി പവിത്രൻ, സ്മിത പൗലോസ് തുടങ്ങിയവർ 3 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ബാക്കി കുറെ പേർക്ക് 1 പോയിന്റ് വീതമുണ്ട്. ആദ്യത്തെ ക്ലൂ ദാസൻ, രണ്ടാമത്തെ ക്ലൂ ചന്ദ്രി, മൂന്നാമത്തെ ക്ലൂ ഫ്രഞ്ച് കോളനി. മൂന്നാമത്തെ ക്ലൂ ഫ്രഞ്ച് കോളനി. ഉത്തരങ്ങൾ വരുന്നുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്നുള്ള തന്നെയാണ് ഉത്തരം. എം മുകുന്ദൻ രചിച്ച നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, അല്ലേ? അതെ എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജീസ് കൈതാരം ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? ജീസ് കൈതാരത്തിനാണ് 1 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് സുമാ ജയമോഹൻ. സുമാ ജയമോഹൻ വീണ്ടും മുന്നേറുന്നു, 1 പോയിന്റ് കൂടി കേടിയിരിക്കുന്നു. അജയൻ OAക്കാണ് അടുത്തൊരു പോയിന്റ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിഷ റോസ്, ലതാ നെട്ടൂർ, പ്രീതി പവിത്രൻ, ഷീബ ഷനിൽ, സരിത കിരൺ, സ്മിത പൗലോസ്, സാബ്ര ലത്തീഫി തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. കവിത സോമരാജൻ, ജയശ്രീ ജോൺ, സുനന്ദ മഹേഷ്, അഞ്ജു രഞ്ജിമ, ദിനേശ് ബാബു തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. അനിത ജഗന്നാഥ്, അജിത് വള്ളോളി തുടങ്ങിയവർ എന്നിവരും പറയുന്നുണ്ട്. മാസ്റ്റർ നീതി പാലിക്കുക എന്ന് ബിന്ദു എസ് നായർ. എന്ത് പറ്റി? ബിന്ദു ആണ് ആദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞത്. എനിക്ക് കാണുന്നതിൽ ആദ്യം ജീസ് കൈതാരമാണ്. ജീസ് കൈതാരം പറഞ്ഞ ശേഷമാണ് നോക്കട്ടെ, ഞാൻ ആദ്യം വരുന്നത് ജീസ് കൈതാരമാണ്. ആനന്ദഭാരത്തിന്റെ ഉത്തരത്തിന് ശേഷം വരുന്ന ആദ്യത്തെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്നുള്ള ഉത്തരം ജീസ് കൈതാരമാണ്. രണ്ടാമത് സുമാ ജയമോഹൻ, മൂന്നാമത് അജയൻ OA ആണ്. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇട്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഇങ്ങോട്ട് സെൻഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇവിടെ റിഫ്ലക്റ്റ് ആകാൻ സമയം എടുക്കുന്നതായിരിക്കാം. എന്തായാലും എനിക്ക് ഈ ഇവിടെ കാണിക്കുന്ന അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. ആനന്ദഭാരമാണോ രണ്ടാമത് ബിന്ദു പറഞ്ഞത്? ബിന്ദുവിന് ഞാൻ പോയിന്റ് തന്നില്ലായിരുന്നു. ആനന്ദഭാരത്തിന് തന്നു എന്നാ എൻ്റെ ഓർമ്മ. ബിന്ദുവിന് നോക്കട്ടെ, ആനന്ദഭാരം ബിന്ദുവിനാണോ രണ്ടാമതെന്ന്. ആദ്യം പറഞ്ഞത് ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ബിന്ദുവിന് കൂടി 1 പോയിന്റ് തരുന്നു കേട്ടോ. ആനന്ദഭാരത്തിൽ ബിന്ദു പറഞ്ഞിട്ടാണ്
സ്മിത പൗലോസും ജീസ് കൈതാരവും പറഞ്ഞത്. അതിന് മുമ്പ് ജയശ്രീ ജോൺ പറഞ്ഞിരുന്നു. അപ്പൊ 4 പേർക്ക് ഞാൻ ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓർമ്മക്കുറിപ്പുകളാണ് അടുത്ത ചോദ്യം. ഓർമ്മക്കുറിപ്പുകൾ. രണ്ടാമത്തെ ക്ലൂ നാലപ്പാട്ട് തറവാട്. ഒന്നാമത്തെ ക്ലൂ ഓർമ്മക്കുറിപ്പുകൾ, രണ്ടാമത്തത് നാലപ്പാട്ട് തറവാട്. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിന്ദു പറഞ്ഞിട്ടുണ്ട്. ബിന്ദുവിനും പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആനന്ദഭാരത്തിലല്ല. മൂന്നാമത്തെ ക്ലൂ വയലാർ അവാർഡ് നേടിയിട്ടുള്ള കൃതിയാണ്. ഈ നോവലിസ്റ്റ് അല്ലെങ്കിൽ ഈ എഴുത്തുകാരിയുടെ ഒരുപാട് ഓർമ്മക്കുറിപ്പുകളുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്നത് വയലാർ അവാർഡ് നേടിയ പുസ്തകമാണ്. ഉത്തരം പറയുക പെട്ടെന്ന്. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുന്നു. ഉത്തരം പലരും പറയുന്നുണ്ട്. എന്റെ കഥ എന്ന് അജിത്ത് വള്ളോളി പറയുന്നു. അന്യഗ്രഹത്തിൽ അമ്മാവൻ പറയുന്നു എന്റെ കഥ. ഞാൻ പറഞ്ഞല്ലോ എഴുത്തുകാരിയുടെ ഒരുപാട് ഓർമ്മക്കുറിപ്പുകളുണ്ട്. ഇത് വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഞാൻ പറയുന്നത്. ജയശ്രീ ജോൺ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നീർമാതളം പൂത്തക്കാലം എന്നുള്ളതാണ് ഉത്തരം. നഷ്ടപ്പെട്ട നീലാംബരി അല്ല ജീസ് കൈതാരം. മാധവിക്കുട്ടി എന്ന നിഷ റോസ് ശരിയാണ്. ബാല്യകാല സ്മരണകൾ എന്ന അജയൻ ഒയെ. നീർമാതളം പൂത്തകാലം എന്ന് സ്മിത പൗലോസ്. നീർമാതളം എന്ന് സുരേഷ്. എന്റെ കഥ, ബാല്യകാല സ്മരണകൾ, നീർമാതളം. ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ നീർമാതളം പൂത്തകാലം എന്ന് ആദ്യം പറഞ്ഞ 3 പേർക്കാണ് പോയിന്റ് കൊടുക്കുന്നത്. ജയശ്രീ ജോണിന് ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് സ്മിത പൗലോസ് ആണ്. പക്ഷെ സ്പെല്ലിംഗ് മൊത്തം തെറ്റാണെങ്കിലും അതാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്മിത പൗലോസിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീർമാതളം പൂത്തകാലം? ഇല്ലാന്ന് തോന്നുന്നു. രണ്ടാമത്തെ പോയിന്റ് സ്മിത പൗലോസിനും. മൂന്നാമത് പറഞ്ഞത് സുരേഷ് ആണ്. സുരേഷിന് ഒരു പോയിന്റ്. നീർമാതളം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീർമാതളം പൂത്തകാലം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഷൈബി ഷാജു, ജീസ് കൈതാരം, നിഷ റോസ്, കവിത സോമരാജൻ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. മാധവിക്കുട്ടി രചിച്ച നീർമാതളം പൂത്തകാലം എന്നുള്ളത് തന്നെയാണ് ഉത്തരം. വൈശാഖ് ജയ് തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. ആരാടേ ജയശ്രീ ജോൺ എന്ന അന്യഗ്രഹത്തിലെ അമ്മാവൻ ചോദിക്കുന്നുണ്ട്. എന്താ പറയാ, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയും, വെളിച്ചപ്പാടിനെ എല്ലാവരെയും അറിയില്ല എന്ന് പറഞ്ഞ കഥക്കാണ്. ജയശ്രീ ജോൺ കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു എഡിറ്ററാണ്. അറിയാത്തവർക്കായി. ഞാൻ മറ്റൊരു എഡിറ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നിങ്ങളുടെ ഈ പേജ് എഡിറ്റ് ചെയ്ത് മനോഹരമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. അപ്പോൾ ഈ പോയിന്റ് ഇട്ടിരിക്കുന്നത് ജയശ്രീ ജോണിനും പിന്നെ ആർക്കായിരുന്നു, സുരേഷിനും സ്മിത പൗലോസിനുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ബ്രാഹ്മണ സമുദായത്തിലാണ് കഥ നടക്കുന്നത്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ 2-3 ചോദ്യം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് ചോദിച്ചേക്കാന്ന് വിചാരിക്കുന്നു. സമയം കഴിഞ്ഞു പോകുന്നുവെങ്കിലും. ബ്രാഹ്മണ സമുദായത്തിലാണ് കഥ നടക്കുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതമാണ് വിഷയം. മൂന്നാമത്തെ ക്ലൂ സന്യാസമാണ് ഇതിലെ ഒരു വിഷയം. ബ്രാഹ്മണ സമുദായത്തിലാണ് കഥ നടക്കുന്നത്. രണ്ടാമത്തെ ക്ലൂ സ്ത്രീയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. മൂന്നാമത്തെ ക്ലൂ സന്യാസം ഇതിലൊരു വിഷയമാണ്. ഉത്തരങ്ങൾ വരുന്നുണ്ട്. അഗ്നിസാക്ഷി എന്നുള്ളത് തന്നെയാണ് ശരി ഉത്തരം. ലളിതാംബിക അന്തർജനത്തിന്റെ നോവലാണ് അഗ്നിസാക്ഷി. പരിണയം ഒന്ന് അജിത്ത് വല്ലോളി. അതൊരു സിനിമയല്ലേ? അത് നോവൽ ആണോ? എനിക്കറിയില്ല കേട്ടോ ആ പേരിൽ നോവൽ ഉണ്ടോന്ന്. അഗ്നിസാക്ഷി എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് ജീസ് കൈതാരമാണ്. ജീസിന് ഒരു പോയിന്റ്. ജയശ്രീ ജോണിന് ഒരു പോയിന്റ് കൂടി കിട്ടിയിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്
പ്രീതി പവിത്രനാണ്. പ്രീതിക്ക് ഒരു പോയിന്റ് കൂടി. നാർമടിപ്പുടവ എന്ന് അജയൻ നോയെ പറയുന്നു, സാറ തോമസിന്റെ. അതും ആ വിഷയം തന്നെയാണ്, പക്ഷെ അതിൽ സന്യാസമില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ്. ഓക്കെ. സാബിറ ലത്തീഫി, ബിന്ദു എസ് നായർ, നിഷിബ എം നിഷി, അജിത് രാജ്, വൈശാഖ് ജയ് തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. സുമാ ജയമോഹനും നാർമടിപ്പുടവ എന്ന് പറയുന്നു. നാർമടിപ്പുടവയിൽ സന്യാസമുണ്ടോ? അഗ്നിസാക്ഷി എന്ന് ഷീബ ഷനിൽ, സുമാ ജയമോഹൻ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. സുരേഷ്, ശോഭനയുടെ സിനിമയെന്ന് അഞ്ജു രഞ്ജിമാതെ, വൈശാഖ് ജയ് തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. സരിത കിരൺ, ലളിതാംബിക എന്ന് നിഷ റോസ് പറയുന്നു. കവിത സോമരാജൻ പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞത് ജീസ് കൈതാരവും ജയശ്രീ ജോണും അതുപോലെ തന്നെ പ്രീതി പത്രനായിരുന്നു. ഓക്കെ. ഇനി ഞാൻ എടുത്തു വെച്ച ചോദ്യങ്ങൾ വല്ലതും ബാക്കിയുണ്ടോ നോക്കട്ടെ. ഓക്കെ. 2 ചോദ്യം കൂടിയുണ്ട്, അതുകൊണ്ട് ചോദിച്ചിട്ട് ഞാൻ പോയേക്കാം, പിന്നെ നിങ്ങൾ ചോറുണ്ടോ. ഓക്കെ. ആദ്യത്തെ ക്ലൂ കണക്കറിയാലോ. കണക്കിന്റെ സ്പന്ദനം, ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണെന്ന് അറിയാലോ. ഓൾ ആർ മാത്തമാറ്റിക്സ്. കണക്ക് വിഷയമായിട്ടുള്ള ഒരു നോവലാണ്. രണ്ടാമത്തെ ക്ലൂ റീറൈറ്റിംഗ് ഹിസ്റ്ററി എന്ന ജോൺറേ അല്ലേ? റീറൈറ്റിംഗ് ഹിസ്റ്ററി എന്നുള്ള ജോൺറയിലുള്ള ഒരു നോവലാണ്. അതായത് ചരിത്രത്തിലേക്ക് പോയി നടക്കാത്തൊരു സംഭവം നടന്ന രീതിയിൽ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരു നോവലാണ്. മൂന്നാമത്തെ ക്ലൂ 18-ാം കൂറ്റുകാർ. ആദ്യത്തെ ക്ലൂ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കണക്ക്. രണ്ടാമത്തെ ക്ലൂ റീറൈറ്റിംഗ് ഹിസ്റ്ററി ജോൺറയിലുള്ള ഒരു നോവലാണ്. അതായത് പണ്ടത്തെ കാലത്തേക്ക് പോയി ഇല്ലാത്ത ചരിത്രം എഴുതിയുണ്ടാക്കുന്ന, ചരിത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരു നോവലാണ്. മൂന്നാമത്തെ ക്ലൂ 18-ാം കൂറ്റുകാർ. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? കണക്ക് പുസ്തകം ഒന്ന് നിഷ റോസ്. ജീവിതത്തിന് കണക്ക് പുസ്തകമാണോ നിശ്ചയിച്ച്? BC 327 അല്ല. TD രാമകൃഷ്ണന്റെ നോവൽ എന്ന് പറയുന്നു. ഉത്തരം വരുന്നുണ്ട്. ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന TDRന്റെ നോവലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കണക്കാണ് അതിലെ വിഷയം. റീറൈറ്റിംഗ് ഹിസ്റ്ററി എന്നുള്ള ജോൺറയിലുള്ള ഒരു നോവലാണ്. ഒപ്പം 18-ാം കൂറ്റുകാർ എന്നുള്ള ഒരു രഹസ്യ കൾട്ടിന്റെ ഒരു കഥയും കൂടിയാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞിരിക്കുന്നത് അന്യഗ്രഹത്തിലെ അമ്മാവനാണ്. അന്യഗ്രഹത്തിലെ അമ്മാവൻ 1 പോയിന്റ് നേടുന്നു. ബിനോ മാത്യു 1 പോയിന്റ് നേടുന്നു. മൂന്നാമത് ഉത്തരം പറഞ്ഞത് മാർത്താണ്ഡവർമ്മയാണ്, വൈശാഖ് ജയ് ആണേ. വൈശാഖ് ജയ്ക്ക് 1 പോയിന്റ് കൂടി. ഓക്കെ. അടുത്ത ഒരേ ഒരു ചോദ്യം, അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ 3 ക്ലൂവിലോട് ആ ഉത്തരം കണ്ടുപിടിക്കുക. ആദ്യത്തെ ക്ലൂ മറിയം സേവ. നോക്കട്ടെ, ആ ഒറ്റ ക്ലൂവിൽ ആരെങ്കിലും ഉത്തരം പറയുമോന്ന്. ഫ്രാൻസിസ് സിറ്റിക്കോര എന്നുള്ള ഉത്തരം ഒരുപാട് പേര് പറയുന്നുണ്ട്. ലതാ നിറ്റൂർ, ദിനേശ് ബാബു തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. കുന്നംകുളം കഥയെന്ന് നിഷ റോസ്, ബിന്ദു എസ് നായർ പറഞ്ഞിട്ടുണ്ട്. ഇട്ടിക്കോര, ഫ്രാൻസിസ് സിറ്റിക്കോര, TD രാമകൃഷ്ണൻ, വൈശാഖ് ജയ് പറയുന്നു. അവസാനത്തെ ചോദ്യമാണ്. ആദ്യത്തെ ക്ലൂ മറിയം സേവ. ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? എന്റെ കമന്റ് കാണുന്നില്ല. ഉണ്ട് നിശ്ചയിച്ച് കമന്റ് കാണുന്നുണ്ട്. ആദ്യത്തെ ക്ലൂ മറിയം സേവ, കിട്ടുന്നില്ല. രണ്ടാമത്തെ ക്ലൂ ഡീഗോ ഗാർഷ്യ. മൂന്നാമത്തെ ക്ലൂ ക്രിസ്റ്റി അന്ത്രപ്പേർ. മൂന്നാമത്തെ ക്ലൂ ക്രിസ്റ്റി അന്ത്രപ്പേർ. അതോ അന്ത്രപ്പേർ? അതെ, ക്രിസ്റ്റി അന്ത്രപ്പേർ. ഏതാണ് ആ നോവൽ എന്നുള്ളതാണ് ചോദ്യം. മറിയം സേവ, ഡീഗോ ഗാർഷ്യ എന്ന സ്ഥലം. ഡീഗോ ഗാർഷ്യ ഒരു മിലിറ്ററി ബേസ് ആണ് ശരിക്കും. അവിടെ ആരും വെച്ചാൽ സാധാരണ മനുഷ്യരൊന്നും താമസിക്കുന്ന ഒരു സ്ഥലമല്ല. അവിടെയാണ് കഥ നടക്കുന്നത്.
മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ളതാണ് ഉത്തരം. ബെന്യാമിൻ രചിച്ച മഞ്ഞവെയിൽ മരണങ്ങൾ എന്നുള്ള നോവലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അജിത് വള്ളോളി ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. മാനം കാത്തു അജിത്. മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് ജയശ്രീ ജോൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് രാജും ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. വൈശാഖ് ജയ്, ജീസ് കൈതാരം തുടങ്ങിയവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിഷ റോസ് പറയുന്നത് ബെന്യാമൻ, അന്യഗ്രഹത്തിലെ അമ്മാവൻ, മഞ്ഞവെയിൽ മരണങ്ങൾ, സ്മിത പൗലോസ് മഞ്ഞവെയിൽ മരണങ്ങൾ, സാബറ ലത്തീഫി, വൈശാഖ് ജയ് തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. ആടുജീവിതമെന്ന് നിഷ റോസ് അല്ല. മഞ്ഞവെയിൽ മരണങ്ങളെന്ന് ദിനേശ് ബാബു, സുമാ ജയമോഹൻ, നിഷിബ എം നിഷി, സഹല യാസർ തുടങ്ങിയവർ പറഞ്ഞിട്ടുണ്ട്. അന്ത്രപ്പേർ എന്ന് സാബറ ലത്തീഫ് പറയുന്നു. ക്രിസ്റ്റി അന്ത്രപ്പേരിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാം ഭാഗം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, രണ്ടാം ഭാഗം ഇറങ്ങുന്നുണ്ട്. മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് ലത നിട്ടൂർ, ബിന്ദു എസ് നായർ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വിസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പോപ്പുലർ ആയിട്ടുള്ള നോവലുകളൊക്കെ തന്നെയാണ് ഞാൻ എടുത്തത്. ചിലതൊക്കെ എളുപ്പമുള്ളതായിരുന്നു, ചിലതൊക്കെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്നാലും എല്ലാവരും വളരെ രസകരമായി തന്നെ ക്വിസിൽ പങ്കെടുത്തു. അപ്പം നമ്മുടെ വിജയി എന്താ പറയുക, പണം കമ്പനിക്ക് എന്ന് പറയില്ല, നമ്മൾ വൈ രാജ വൈ കളിക്കുമ്പോൾ പറയുന്നത് പോലെ കമ്പനിക്കാണ് പണം കിട്ടിയിരിക്കുന്നത്. ജയശ്രീ ജോൺ 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റോടുകൂടി ജയശ്രീ ജോൺ ആണ് വിജയിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് 5 പോയിന്റോടുകൂടി സുമാ ജയമോഹൻ. ഓക്കെ. മൂന്നാം സ്ഥാനത്ത് വൈശാഖ് ജയ്ക്ക് 4 പോയിന്റ്, സ്മിത പൗലോസിന് 4 പോയിന്റ്, പ്രീതി പവിത്രന് 4 പോയിന്റ്, ബിന്ദു എസ് നായറിനും 4 പോയിന്റ്. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ ഓരോരോ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിജയി ജയശ്രീ ജോൺ ആണ്. ജയശ്രീ ജോണിനുള്ള ബിരിയാണി എല്ലാവരും വാങ്ങിച്ചു കൊടുക്കുക. രണ്ടാം സ്ഥാനത്തുള്ളത് ബിന്ദു എസ് നായർ, സുമാ ജയമോഹൻ, അല്ല സുമാ ജയമോഹനാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് ബിന്ദു എസ് നായർ, പിന്നെ പ്രീതി പവിത്രൻ, സ്മിത പൗലോസ്, വൈശാഖ് ജയ് തുടങ്ങിയവരാണ്. 1 പോയിന്റിൽ നേടിയിരിക്കുന്നത് ശ്രീജ വിജയൻ, ലത നിട്ടൂർ, അജിത് വള്ളോളി, അജിത് രാജ്, ഷീബ ഷനിൽ, ആശാ റോസ് ഷൈജു, പിന്നെ ബിനോ മാത്യു, ജിഷ ഗിരീഷൻ, സുഷിത, പ്രീത ഗോപിനാഥൻ, SRK അബു തുടങ്ങിയവരൊക്കെയാണ്. 3 പോയിന്റ് നേടിയിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. 3 പോയിന്റ് നേടിയിരിക്കുന്നത് റാണി സെയിൻ, അതുപോലെ തന്നെ ജീസ് കൈതാരം തുടങ്ങിയവരാണ് 3 പോയിന്റ് നേടിയിട്ടുള്ളത്. വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. 2 പോയിന്റ് നേടിയിട്ടുള്ളവരുണ്ട്. സുരേഷ്, ഷൈബി ഷാജു, വിമിത, അന്യഗ്രഹത്തിലെ അമ്മാവൻ, അതുപോലെ തന്നെ അജയൻ OA തുടങ്ങിയവരൊക്കെ 2 പോയിന്റ് നേടിയിട്ടുള്ളവരുണ്ട്. ലത നിട്ടൂർ തുടങ്ങിയവരൊക്കെ. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ക്വിസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വായനക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ലൈവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റിൽ പറയുക. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു ലൈവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പവിത്ര ഉണ്ണി സൈനിങ് ഓഫ്. അപ്പോൾ കാണാം അടുത്ത വെള്ളിയാഴ്ച. ബൈ.